ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ ദശാവതാരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് ഭഗവാൻ നാരായണൻ്റെ ദ്വാരപാലകരായിരുന്ന ജയവിജയന്മാരുടെ ശാപത്തെപ്പറ്റി പറഞ്ഞിരുന്നു. അവർ ഭൂമിയിൽ 3 തവണ പിറവിയെടുത്തിട്ട് ഭഗവാന്റെ ശത്രുക്കളായിട്ട് പിറവിയെടുക്കുകയും ഭഗവാന്റെ കൈകളാൽ മരണപ്പെടുകയും ചെയ്താൽ അവർക്ക് വീണ്ടും തിരിച്ച് എവിടേക്ക് ചെല്ലാം? വൈകുണ്ഠത്തിലേക്ക് ചെല്ലാം. അങ്ങനെയായിരുന്നു ആ ശാപമോക്ഷം. സനൽകുമാരന്മാരാണ് ശപിച്ചത്. അതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു. ദശാവതാരങ്ങൾ കേട്ടിട്ടില്ലാത്തവർ പ്രത്യേക ഫോൾഡറിലായിട്ട് ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, അത് പോയി കേൾക്കുക. അപ്പോൾ ആദ്യം ജയവിജയന്മാർ ഭൂമിയിൽ ജനിച്ചത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായിട്ടായിരുന്നു. രണ്ടാമത് ദ്വാപരയുഗത്തിൽ ജനിച്ചത് രാവണനും കുംഭകർണനുമായിട്ട്. ഇവരെ 4 പേരെയും ഭഗവാൻ തന്നെയാണ് വധിച്ചത്. അവസാനം അവർ വീണ്ടും ജനിക്കുന്നു, ശിശുപാലനും ദന്താവക്രനുമായിട്ട്. ഇനി ആരാണ് ശിശുപാലൻ? ശിശുപാലൻ ഭഗവാന്റെ ഒരു സഹോദരൻ തന്നെയാണ്. അതായത് വാസുദേവരുടെ ഒരു സഹോദരിയുടെ മകൻ തന്നെയാണ് ശിശുപാലൻ. അതായത് ഇവർ അർത്ഥ സഹോദരങ്ങളാണ്, ബന്ധുക്കളാണ്. ശിശുപാലൻ ജനിച്ചപ്പോൾ ശിശുപാലന് 3 കണ്ണുകളും 4 കൈകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചതെന്നോർത്ത് ഈ കുട്ടിയെ ഉപേക്ഷിക്കാനായിട്ട് മാതാപിതാക്കൾ തീരുമാനിക്കുന്നു. അപ്പോൾ ആകാശത്തു നിന്നും ഒരു അശരീരി ഉണ്ടാവുന്നു. ഇതിൻ്റെ അന്ത്യം ഇപ്പോഴല്ല, നിങ്ങളതുകൊണ്ട് ഇതിനെ ഉപേക്ഷിക്കരുത്. ഇതിനെ ആരാണോ വധിക്കുന്നത് ആ ആൾ ഈ കുട്ടിയെ കാണാനായിട്ട് വരും. അങ്ങനെ അയാൾ ഈ കുട്ടിയെടുത്ത് മടിയിൽ വെക്കുമ്പോൾ ഇതിന് അഭംഗിയായിട്ടിരിക്കുന്ന മറ്റവയവങ്ങൾ തന്നെത്താനെ കൊഴിഞ്ഞു പോകുമെന്ന് പറയുന്നു. അങ്ങനെ അവരാ കുട്ടിയെ സംരക്ഷിച്ച് ഇരിക്കുന്നു. കുഞ്ഞുങ്ങളെ കാണാനായിട്ട് എല്ലാവരും വരുന്നു. ഓരോരുത്തരും ഈ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെക്കുന്നു. കുഞ്ഞിന് യാതൊന്നും സംഭവിക്കുന്നില്ല. അവസാനം ഭഗവാൻ എത്തുകയാണ്. ഭഗവാൻ നാരായണൻ ശിശുപാലനെ എടുത്ത് മടിയിൽ വെക്കുമ്പോൾ ശിശുപാലൻ്റെ 3ാമത്തെ കണ്ണും ബാക്കിയുള്ള 2 കൈകളും കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷത്തോടുകൂടി തന്നെ ദുഃഖവും ഉണ്ടാകുന്നു. അങ്ങനെ ഈ അശരീരി കേട്ട കാര്യം ഭഗവാനോട് പറയുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ കുഞ്ഞിനെ വധിക്കരുതേ എന്ന് പറയുന്നു. അപ്പോൾ ഒരമ്മയുടെ സ്നേഹപൂർണമായ അപേക്ഷയെ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, 100 തെറ്റുകൾ വരെ, ശിശുപാലൻ്റെ 100 തെറ്റുകൾ വരെ ഞാൻ ക്ഷമിക്കും. 101ാമത്തെ തെറ്റ് അവൻ ആവർത്തിക്കുകയാണെങ്കിൽ ഇവനെ ഞാൻ വധിക്കുമെന്ന് പറയുന്നു. അങ്ങനെ അമ്മയ്ക്ക് സന്തോഷമാകുന്നു. ഭഗവാന് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി പോവുകയാണ്. ശിശുപാലൻ രുക്മിണി ദേവിയുടെ സഹോദരൻ, രുക്മിണിയുടെ വളരെ അടുത്ത കൂട്ടുകാരനാണ്. അങ്ങനെ രുക്മിയും ശിശുപാലനുമായുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ രുക്മിണിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാമെന്ന് രുക്മി ശിശുപാലനോട് പറയുന്നു. ആ സമയത്താണ് ഭഗവാൻ രുക്മിണിയെ തട്ടിക്കൊണ്ടു പോരുന്നത്. അപ്പോൾ ആ ഒരു വൈരാഗ്യവും ശിശുപാലന് ഭഗവാനോടുണ്ട്. നിരന്തരമായ പലതരത്തിലുള്ള ഉപദ്രവങ്ങളും ഭഗവാന് ശിശുപാലൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ശിശുപാലൻ്റെ ആ ഉപദ്രവങ്ങളെല്ലാം ഭഗവാൻ സഹിക്കുകയാണ്. അങ്ങനെ 100 തെറ്റുകൾ വരെ ഭഗവാൻ ക്ഷമിക്കുന്നു. അതിനുശേഷം യുധിഷ്ഠിരൻ്റെ രാജസൂയ യാഗം നടക്കുകയാണ്. യാഗത്തിലേക്ക് യുധിഷ്ഠിരൻ ദേവീദേവന്മാരെയും ഗന്ധർവന്മാരെയും യക്ഷകിന്നരന്മാരെയും അതുപോലെ എല്ലാ ആചാര്യന്മാരെയും സപ്തർഷികളെയും അങ്ങനെ തുടങ്ങി ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരെയും എല്ലാവരെയും ക്ഷണിക്കുന്നു. ഒരു വലിയ സദസ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ സന്നിഹിതരാകുന്നു. ശിശുപാലനുമുണ്ട്, ഭഗവാൻ നാരായണനുമുണ്ട്. അപ്പോൾ യാഗത്തിന് മുന്നോടിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ ശുശ്രൂഷ, പാദശുശ്രൂഷ ചെയ്യണം. ആ ശുശ്രൂഷയ്ക്ക് പറയുന്ന പേരാണ് അഗ്രപൂജ. അപ്പോൾ ഈ കൂടിയിരിക്കുന്നവരിൽ ആരാണ് അതിനനുയോജ്യൻ എന്നൊരു ചർച്ച അവിടെ ഉണ്ടാകുന്നു. ഓരോരുത്തരും ഓരോരുത്തരുടെ പേരുകൾ പറയുന്നു. അങ്ങനെ അവസാനം സഹദേവൻ ഭഗവാൻ നാരായണൻ്റെ പേര് പറയുകയാണ്. എന്നിട്ട് ഭഗവാനെ പറ്റി ഇങ്ങനെ വർണ്ണിക്കുകയാണ്. എന്തുകൊണ്ട് ഭഗവാൻ ഇതിന് യോഗ്യനായി എന്ന കാര്യങ്ങളൊക്കെ ആളുകളോട് വർണ്ണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ വർണ്ണനകളെല്ലാം കേട്ടപ്പോൾ എല്ലാവരും കൈയടിച്ച് അതിനെ അനുകൂലിക്കുന്നു. അതോടുകൂടി യുധിഷ്ഠിരൻ
ഭഗവാന്റെ അഗ്രപൂജ ചെയ്യുകയാണ്. ഭഗവാന്റെ കാലൊക്കെ കഴുകി തുടച്ച് എല്ലാം ഭഗവാന് പൂജകളൊക്കെ ചെയ്യുന്നു. ആ സമയത്ത് യുധിഷ്ഠിരൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരയായി വരുന്നു എന്നൊക്കെയാണ് മഹാഭാരതത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ വളരെ ഭംഗിയായി ആ പൂജ ചെയ്യുന്നു. ഈ സമയത്ത് ഇതിനെ എതിർക്കുന്നു ആര്? ശിശുപാലൻ. എന്നിട്ട് ശിശുപാലൻ ഉടനെ തന്നെ അവിടെ ഒരു വലിയ ബഹളം നടത്തുകയാണ്. എന്ത് യോഗ്യതയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനെന്നല്ല ഉച്ചരിക്കുന്നത്, ഈ മാധവന് എന്ത് യോഗ്യതയാണ് ഇത് പങ്കെടുക്കാനായിട്ട്? ഇതിൽ പങ്കെടുക്കാൻ പോലുമുള്ള അർഹതയുള്ളവനല്ല ഈ മാധവൻ എന്ന് പറയുന്നത്, കള്ളനാണ്. അപ്പോഴാണ് ഇങ്ങനെ അഗ്രപൂജയൊക്കെ ചെയ്യുന്നത്. ഇയാളുടെ കുലമേതാണ്, ഗോത്രമേതാണ്, ഇയാളുടെ തൊഴിലേതാണ്, ഇയാൾ രാജാവാണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. പലതരത്തിലുള്ള വൈരാഗ്യങ്ങളും ശിശുപാലന് ഭഗവാനോടുണ്ട്, പ്രത്യേകിച്ച് ഈ രുക്മിണിയുടെ കാര്യത്തിലൊക്കെ. അങ്ങനെ ഭയങ്കരമായ ഒരു ബഹളം അവിടെ ശിശുപാലൻ നടത്തുകയാണ്. ആ സമയത്ത് അവിടെയുള്ള രാജാക്കന്മാർ പലരും ശിശുപാലനെ കൊല്ലാനായിട്ട് അടുത്തു വരുന്നു. അവരോടെല്ലാം യുദ്ധം ചെയ്യാനായിട്ട് ശിശുപാലനും തയ്യാറെടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ആ യാഗശാലയിൽ ഉണ്ടാവുകയാണ്. ആ സമയത്ത് ഭഗവാൻ അവരെ എല്ലാം തടഞ്ഞുകൊണ്ട് ഭഗവാൻ ചതുർബാഹു രൂപത്തിൽ, മഹാവിഷ്ണു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഭഗവാൻ ചക്രായുധത്താൽ ശിശുപാലനെ വധിക്കുകയും ചെയ്യുന്നു. ഇതാണ് ശിശുപാല മോക്ഷം. ജയവിജയന്മാരുടെ ഒരു മനുഷ്യ അവതാരമാണ്. മനുഷ്യരായി അവർ ഈ ഭൂമിയിൽ അവതരിച്ചതിൽ ഒരാളാണ് ശിശുപാലൻ, അടുത്ത ആളാണ് ദന്താവക്രൻ. അങ്ങനെ ശിശുപാലന് മോക്ഷം ലഭിക്കുന്നു. ഭഗവാൻ അറിയാം ഈ കാര്യങ്ങളെല്ലാം, കാരണം മറ്റുള്ളവരല്ല ശിശുപാലനെ വധിക്കേണ്ടത്, താൻ തന്നെയാണ് എന്ന ബോധ്യം ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ ആ സമയത്ത് മറ്റുള്ളവരെ എല്ലാം തടഞ്ഞുകൊണ്ട് തൻ്റെ ചക്രായുധത്താൽ ശിശുപാലനെ വധിക്കുന്നത്. ശിശുപാലനും മോക്ഷം ലഭിക്കുകയാണ്. കാരണം നമ്മളെപ്പോഴും പറയുന്നുണ്ട്, ശത്രുവാണ് ഭഗവാൻ ശിശുപാലൻ്റെ. പക്ഷേ 24 മണിക്കൂറും ആ ശത്രുവിനെ തന്നെ ആലോചിച്ചിരിക്കുന്നത് കൊണ്ട് അവസാനം ശിശുപാലൻ വിഷ്ണുപാദത്തിൽ ലയിക്കുകയാണ്. ഇതാണ് ശിശുപാല മോക്ഷം. ഇനി അടുത്ത ദിവസം ഞാൻ ദന്താവക്രൻ്റെ കഥ പറയാം. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. നിങ്ങൾ നാളെയും മറ്റന്നാളുമായിട്ട് വീടെല്ലാം വൃത്തിയാക്കി തിങ്കളാഴ്ച ദിവസം സൂര്യഭഗവാന് ചക്കരപ്പൊങ്കലൊക്കെ നിവേദ്യം ചെയ്യണം, ഭഗവാനെ പ്രാർത്ഥിക്കണം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വൈകുന്നേരം നിങ്ങൾ മഹാലക്ഷ്മിയെ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അഷ്ടലക്ഷ്മികളെ വിളിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് ധനുമാസമാണ്. ധനുമാസം അവസാനിക്കാൻ പോവുകയാണ്. അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച പ്രത്യേകമായി മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഉപ്പുദീപം നിങ്ങൾക്ക് കത്തിക്കാം. ഉപ്പുദീപം എങ്ങനെയാണ് കത്തിക്കേണ്ടതെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾക്കത് നോക്കാം. അതല്ലെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടേക്കാം ഉപ്പുദീപം എങ്ങനെ കത്തിക്കണമെന്നുള്ളത്. അങ്ങനെ ഉപ്പുദീപം കത്തിക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച നിങ്ങൾ ഭഗവാന് നെയ്വിളക്ക് കത്തിക്കുക. നെയ്വിളക്ക് കത്തിക്കുമ്പോൾ 5 തിരിയിട്ട് നെയ്വിളക്ക് കത്തിക്കുക. ആ കത്തിക്കുന്ന എണ്ണയിലേക്ക് ഒരു കഷ്ണം ഏലക്കായിട്ട് നിങ്ങൾ കത്തിക്കുക. അവിടെ മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകും. ഏലക്കായ്ക്ക് വളരെയധികം പവർ ഉണ്ട്, മഹാലക്ഷ്മിയുടെ ഒരു സാന്നിധ്യം അവിടെ കൊണ്ടുവരുന്നതിന്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഉപ്പുദീപം ഒന്നും കത്തിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ഏലക്കായിട്ടിട്ട് വിളക്ക് കത്തിക്കുക. നെയ്ദീപം കത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുക. മഹാലക്ഷ്മിയെ പ്രത്യേകമായി നിങ്ങളിന്ന് പ്രാർത്ഥിക്കണം. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ധനുമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അങ്ങനെ അതുകൊണ്ട് അഷ്ടലക്ഷ്മികളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ അതൊന്നും കൂടെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും. അതുപോലെ ലക്ഷ്മിയെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഭഗവാനെ മറന്നു പോകരുത്. ഭഗവാനെയും വിളിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഓം നാരായണായ നമയെന്നോ 108 തവണ ജപിക്കുക. ഓം മഹാലക്ഷ്മിയെ നമയെന്നോ അല്ലെങ്കിൽ ഓം അഷ്ടലക്ഷ്മിയെ നമയെന്നോ 108 തവണ ജപിക്കുക. അതല്ലെങ്കിൽ അഷ്ടലക്ഷ്മി സ്തോത്രങ്ങൾ അറിയാമെങ്കിൽ അത് നിങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കാം. വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥന നിങ്ങൾ മറക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതിന് വളരെ വളരെ നല്ലതാണ്. ധനുമാസം പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കുക, ധനുമാസത്തിലെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ധനുമാസം ഭഗവാന്റെ മാസമാണ്. അക്കാര്യം പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.